പെൺപിള്ളേർക്ക് മുടി വേണം. ഫാഷനാണെന്നും പറഞ്ഞ് സുമി തല കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്തേലും പറഞ്ഞ അമ്മായിമ്മ പോരാണെന്ന് പറയും. 5500 പോയാലെന്താ? നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? അത് ശരിയാ. ഇവനും 500 പോയല്ലോ. ആ നീ ഇവിടെ ഒന്നും ഇരിക്കുവായിരുന്നോ? എന്നോട് ഇവിടെ ഇരിക്കാനല്ലേ ജോപ്പൻ ചേട്ടൻ പറഞ്ഞേ? ഓ ഉള്ളതാ, ഞാനതൊക്കെ മറന്നു. അയ്യടാ, ഇവൾക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഓ എന്തിന്? ദേ കേട്ടല്ലോ, ഒരു ഡ്രസ്സ് പോലും വാങ്ങിച്ചു തരാത്ത ഇവനെ നീ കെട്ടാൻ പോണേ. ഇവനെ തന്നെ വേണോ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ആണോ? ആ എന്തൊക്കെയാ ചേച്ചി മേടിച്ചേ? വാ കാണിച്ചു. അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഓ ഹലോ, ആ ഞാൻ വന്നേക്കാം. ആ ദേണ്ടേ ഇട്ടിച്ചൻ്റെ ഇവിടെ നിന്നാ. ആണോ? എന്നാ ഞാനുണ്ട്. ഇതൊക്കെ മാറ്റിച്ച് വേഗം വരാം. ശരി, വേമ്പ. ആര്യ, ഞാനിപ്പോ വരാം. ഉണ്ടോന്ന് നോക്കാം. കരക്കാരുടെ മുന്നിൽ വെച്ച അച്ഛൻ ചോദിച്ചത് മേരിക്ക് കർത്താവാണോ സായിപ്പാണോ വലുതെന്ന്. എന്നെ പിള്ളേര് നാണം കെടുത്താൻ വേണ്ടിയാ ഈ ഫോട്ടോ നിങ്ങളോട് വെച്ചേക്കുന്നേ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതെടുത്ത് ആറ്റിക്കളയും. നിന്റെ തന്റെ കുര്യാപ്പിയുടെ പടം ഇതുപോലെ ഞാൻ വെച്ചേനെ. പക്ഷേ അയാൾ എനിക്ക് കയ്യെ വെച്ച് തന്നത് കെട്ടാച്ചരക്കായ ഒതളങ്ങാമേരി എന്ന നിന്നെയാ. ഈ സായിപ്പ് എനിക്ക് എന്ന കാശാ നീ തിന്നു മുടിക്കുന്നേ. കർത്താവിനെക്കാട്ടിലും വലുതാണോ ഈ തൊലി വെളുത്തവൻ? അതേടി എന്റെ മിശികാ തമ്പുരാനാ, അങ്ങയുടെ നന്മയാടി ഇതെല്ലാം. എന്തായാലും നന്നാവൂല. വന്നിപ്പം മീൻകാരൻ വരെ ഇന്നോവേല. നരേന്ദ്ര, എയർപോർട്ടിലേക്കല്ലേ? അതെ. എടാ, മീനിന്റെ ഒളുമ്പ് മാറാൻ വല്ല മണമുള്ളതൊക്കെ എടുത്ത് അടിക്കേ. ഇങ്ങോട്ട് വെച്ച സാറേ. എന്നാ ശരി, പോയിട്ട് പോയിട്ട് പോട്ടറവേ. ഇതാ സൈക്കിളുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കോറുമ്പലിലാക്കിയതാണെന്ന് നല്ല തോന്നുന്നേ. ഓ നല്ല മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. എനിക്ക് നക്കാപ്പിച്ച കാശ് തന്നിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കത്ത് കാശിനല്ല കൊടുക്കണം. ഇങ്ങേരെപ്പോഴും വായനയാണല്ലോ. ഇങ്ങേരുടെ നാട്ടിൽ നിന്ന് പുസ്തകം നിരോധിച്ചിരിക്കുകയാണോ? ഏടാ, നിനക്ക് പുസ്തകം കണ്ടാ തല ഇറങ്ങുന്ന വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ അല്ല. ഓ അല്ലേലും ഇട്ടിച്ചായന് സായിപ്പുമാരോടാണല്ലോ പ്രിയം. അതേടാ, ഈ നാറിപ്പൊഴുത്ത് കിടന്ന് ആലപ്പുഴയുടെ ദാരിദ്ര്യം മാറിയതേ ഈ സായിപ്പന്മാര് വന്ന പിന്നെ. ഇവന്മാരോ? ഇപ്പതേ ചുമ്മാ റോഡിലിറങ്ങി നിന്നിട്ട് ഒരു സാഹിബിനെ ഹൗസ് ബോട്ട് ചൂണ്ടിക്കാണിച്ചാൽ ഏതവനും 500 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ എനക്കേടുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞ എന്തൊക്കെ കൊള്ളരുതായ്മ നടക്കുന്നത്. ഓ ഇടാ, മിണ്ടാതിരിക്കടാ. നിനക്ക് ചൂണ്ട കിട്ടാനും ജീവിക്കാം. ഈ പാവപ്പെട്ടവൻ ഇവരെ കൊണ്ടൊക്കെയാ ജീവിക്കുന്നേ. ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അങ്ങേരെ പോലെ തന്നെ സായിപ്പന്മാരെ കണ്ട അലർജിയാ.